10-11 കൊല്ലം എൻ്റെ ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിളിലൂടെയാണ് കടന്നുപോയെന്ന് എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റില്ല. അത്രയധികം പ്രോബ്ലംസിലൂടെ ഒരു പെണ്ണും നിൽക്കാത്തടത്ത്, ഒരു പെണ്ണും അനുഭവിക്കാത്ത അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കും, സത്യത്തിൽ ഭയങ്കര ട്രോമ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എനിക്കത് ഒരിക്കലും സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഒരുപാട് ഭാരം ചുമക്കുന്ന ഒരു വണ്ടിക്കാളയായിരുന്നു എന്ന് ഞാൻ പറയാം. അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഒരിക്കലും അതിൽ നിന്ന് എത്ര സ്ട്രഗിൾ ആണെങ്കിലും എനിക്ക് അതിൽ തന്നെ പിടിച്ച് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയും താങ്ങാൻ പറ്റാത്ത ലെവലിലോട്ട് എൻ്റെ ലൈഫ് വീണിരിക്കുന്നു. അപ്പം ഒരുപാട് പേർക്ക് തണലാണ് ഞാൻ. അവർക്ക് ഇനിയും ഞാൻ തണലാകണം. അതിന് വേണ്ടി ലൈഫിലൊരു മേജർ ചേഞ്ചിലോട്ട് ഞാൻ പോവാണ്. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പിന്നെ എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ പ്രശ്നങ്ങളുടെ അവരുടെ ലൈഫിൽ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ട്രോമകളും എനിക്കുണ്ട്. പക്ഷേ അതെല്ലാം എനിക്ക് തന്നത് എൻ്റെ ലൈഫിൽ എൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടും എൻ്റെ ഓരോ കാര്യത്തിലും എൻ്റെ വിജയത്തിലേക്കുള്ള ഓരോ പടിക്കും അത് വേണ്ടിയിരുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ യൂണിവേഴ്സ് തന്നിട്ടുണ്ടാവുക. പിന്നെ ഞാൻ മെൻ്റലി ഓക്കെ അല്ല, ഞാൻ ഫിസിക്കലി ഓക്കെ അല്ല, എൻ്റെ ഹെൽത്ത് വൈസ് ഞാൻ ഒട്ടും ഓക്കെ അല്ല, ഫിനാൻഷ്യലി ഞാൻ ഒട്ടും ഓക്കെ അല്ല. എന്നാലും ലൈഫിൽ ഞാനൊരു വാറിന് തയ്യാറായിരിക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ബ്ലെസ്സിങ് ഉണ്ടാവണേ. ഒറ്റയ്ക്കായി അല്ലെങ്കിൽ ലോൺലിനെസ് എന്നെ വല്ലാത്ത വേട്ടയാടുന്നു അങ്ങനെയൊന്നും പറയാൻ ഞാനില്ല. സ്നേഹത്തിന് വേണ്ടി യാചിക്കാനും വയ്യ. സോ എൻ്റെ മക്കളെ എനിക്ക് നോക്കാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ മുന്നിലത്തെ ചിന്ത. ആർക്കും ഒരു ശല്യമാവാതെ